ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് തിർണ എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ടെൻറ്റ് അടിച്ച വീടാണ്, മറ്റൊരു ഇനി സെറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങിയിട്ട് ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ ഇപ്പോൾ അത് 6:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കണേ. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് ഡബിൾ ഡെക്കർ കാണാൻ പോകാമെന്ന് വെച്ച്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കാറുണ്ട്, സൈക്കിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. ചാർജൊന്നും കുത്താൻ സ്പേസില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ആൾക്കാർ വെള്ളം പോലും വരാത്ത ആൾക്കാരാണ്. ഒന്ന് ബാത്റൂമിൽ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോലും സമ്മതിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പിന്നെ എങ്ങനെ പോയി ചാർജിൻ്റെ കാര്യം ചോദിക്കാൻ. അപ്പോൾ അത് കാരണം ചാർജൊന്നും ഇല്ല. എന്തായാലും മാക്സിമം നോക്കണം. അപ്പോൾ എന്തായാലും നോക്കിയേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ട് എന്തായിരുന്നു. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ റൂട്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോണേ, ഡബിൾ ഡെക്കർ. എൻ്റെ ഇന്നലെ വന്ന റൂട്ടാണ്, ഇറങ്ങി വന്ന റൂട്ടാണ്. ഇപ്പോൾ ഇതിങ്ങനെ കയറി വേണം പോകാൻ. ഇവിടെ ഇത്തിരി ഉള്ളൂ കേട്ടോ. നമ്മൾ ആ പോയിന്റിലേക്ക്, ആ ഒരു ചെക്ക് പോയിന്റിലേക്ക് അങ്ങാടി പോണേ. തള്ളി തന്നെ കയറ്റണം. സൈക്കിള് കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് തള്ളി തന്നെ ആയിട്ട് അവൾ കയറ്റണം. ഇവിടേക്ക് ഈ കാണുന്നതൊക്കെ പന്നിയുടെ ഇതാണ്ട ഫാമാണ്. പന്നിയുടെ ഫാം ചെറിയൊരു ഇതാണ്. ഇല്ല, ഫുള്ള് പന്നിയായിരിക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇന്നലെ വന്നപ്പോൾ കുറേ കണ്ടായിരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്തോ ഒച്ചയുമ്പോൾ അവൾ പറഞ്ഞ് ഭയങ്കര സ്മെല്ലും ഇപ്പോഴും ഉണ്ട് ആ സ്മെല്ല്. നമുക്ക് ഇങ്ങനെ കയറി പോവാട്ടോ, പക്ഷേ നമ്മൾ സൈക്കിളിൽ ഇനി പൊക്കി കയറ്റേണ്ടി വരും. അതാണ് കണ്ടില്ലേ, ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടോ പന്നിയുടെ ഇത്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു എൻ്റെ ഒഴുകി. കണ്ടില്ലേ, പന്നിയാണ്ടാ കാണാൻ. 2 പന്നിയുണ്ട്. ഒരെണ്ണത്തിൽ ഒറ്റ 2 കൂടായിട്ടോ, ഓരോന്നായിട്ടോ ചാടി എത്തി നോക്കി. ഫുള്ള് പന്നിയുടെ ഇതാണ് ഇവിടെയൊക്കെ. കാരണം ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ പന്നീനെ കഴിക്കും. പന്നീനെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലും കുറവാണ്. ചിക്കൻ ഉണ്ട് കുറേ, അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ കൂടുതലും പന്നി ഇറച്ചിയാണ് കൂടുതലും. പട്ടി ഇറച്ചിയൊന്നും കണ്ടില്ല കേട്ടോ. മേഘാലയ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കാണാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബീഫൊക്കെ കിട്ടും കേട്ടോ. ബീഫ് ഞാൻ കണ്ടായിരുന്നു. ബീഫ് കിട്ടും ഇവിടെ. ബീഫിനൊന്നും അങ്ങനെ പ്രശ്നമില്ല. നോർത്ത് ഈസ്റ്റിലെ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. ബീഫ് ഉണ്ടാവില്ല. ഇവിടെ എല്ലായിടത്തും ബീഫ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഒരാളെ കൂടെ കൂടെ കിട്ടുന്നുണ്ട്. ഹായ്, യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? My name is Gael from France. How's your trip? Nice, very nice trip. അപ്പം ഞാനിപ്പോൾ സോളോ ആയിരുന്നു. ആളും സോളോ. യുവർ സോളോ? യുവർ ട്രിപ്പ്? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ട്. നമ്മൾ നേരെ പോണത് ഡബിൾ ഡെക്കർ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ് കേട്ടോ. ഫുള്ള് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഹൗസ് യുവർ എക്സ്പീരിയൻസ്? Oh wow, amazing, look at this. യെസ്, വെരി ബ്യൂട്ടിഫുൾ. പോണേക്ക് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. ആദ്യം ഫസ്റ്റ് വന്നത് ലൂട്ട് ബ്രിഡ്ജ്, അതായത് സിംഗിൾ റൂട്ട് ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് ഡബിള്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റെയിൻബോ ഫാളൊക്കെ വന്നെ കേട്ടോ. അപ്പോൾ അതിന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂട്ടാണ് പോകണം. പിന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ കണ്ടില്ലേ വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഹായ്. അപ്പോഴേക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് റൂട്ട് ഡൗൺ. ഓക്കെ. അപ്പോൾ ഇവിടെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈഡിന് ഏകദേശം 1000 രൂപ കൊടുക്കണം. അതായത് റെയിൻബോ ഫാൾ വരെ പോകാനാണെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പോണ റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി റൂട്ടാണ്. ഫുള്ള് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ്. പീസ്ഫുള്ളാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് കുയിലിൻ്റെയൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പയ്യെ പോകാട്ടോ. എന്നാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടി. അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാരും കുറേ പേരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പായതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ റോഡ് പോലെയല്ല. ഇനി ഇവിടെ നടത്ത എങ്ങനെയാണെന്ന് അറിയില്ല റോഡ് കാര്യം. ആൾക്കാർ റെസ്റ്റൊക്കെ എടുക്കണ്ട കേട്ടോ. എന്നാലും ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം പോണ റൂട്ടിലൊക്കെ യൂസ്ഡ് ബാത്റൂം അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീട് കണ്ടില്ലേ, ഫുള്ള് മറ്റേ ഈ എന്താ പറയുക ഓല അങ്ങനത്തെ ഇത്. എനിക്കൊന്ന് ഹോം സ്റ്റേ ആണെന്ന് തോന്നിട്ട്. അതന്നെ ഹോം സ്റ്റേ ആണ്.
അതിൽ അടിപൊളിയാണ്ടോ മുളയുടെയൊക്കെ മറ്റേ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇതും ഹോം സ്റ്റേ ആണ്ടോ, ഇവർ മറ്റേ ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കണ്ടില്ലേ, അടിപൊളിയാണ്ട. ആരും ഇല്ല, പക്ഷേ തിരക്കൊന്നുമില്ല കേട്ടോ. ഈ മഴക്കാല ടൈമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൗസ് യു ക്യാപ്ചർ ഫോട്ടോസ്. അവർ ഫോട്ടോ ഒക്കെ എടുക്കണ കേട്ടോ. ഏകദേശം 35 വയസ്സുണ്ടാവും. ഇത് നമ്മളെക്കാളും പ്രായം കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വില്ലേജ് ആണല്ലേ, അതാണ്ട് നോങ്ക്രിയാറ്റ് വില്ലേജ്. അവിടെ ഇഷ്ടംമാതിരി ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആളവിടെ മേലിൽ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പയ്യെ ഇറങ്ങിയിട്ടാ. എൻ്റെ ആണെങ്കിൽ ചാർജ് കുത്തിയിട്ടില്ല, ഫോണിലും ക്യാമറയിലൊന്നും ചാർജില്ല. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. ആളുടെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാറ്, ചാർജില്ല. അതാണ് റൂട്ട്. അടിപൊളി റൂട്ടാട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കണേ. തണുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ജാക്കറ്റ് ഊരാനെ വരുന്നില്ല, വെറുതെ ഇനിയിപ്പോൾ അതും പിടിച്ചെൻ്റെ അടക്കണ്ടേന്ന് ആലോചിച്ചേട്ടാ. ചിലപ്പോൾ കുറച്ചായിട്ട് ഊരും കേട്ടോ. അല്ലേ ഇങ്ങോട്ടൊക്കെ വേറെ ഏതോ റൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നണേ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അടിപൊളിയാണ്ടാ. കുറേ ആൾക്കാരൊക്കെ രാവിലെ വെളുപ്പിനെയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ അവിടെ സ്റ്റേ ചെയ്ത ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. കുറേ പേരൊക്കെ വേർത്ത് കുളിച്ച് അവിടെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ പോകണമെങ്കിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ അത് ഇവിടെ വെള്ളമൊക്കെ ഒഴിക്കാതെ ക്ലിയർ ആയിട്ടുള്ള കേട്ടോ. ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഒരു കർണാടകയിൽ നിന്നാണ് കേട്ടോ. ഇല്ലേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ ബ്രിഡ്ജ് പോലെ ഒരു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാട്ടാ. വെള്ളമൊക്കെ കണ്ടില്ലേ, കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കുളിക്കാൻ ദിവസമായിട്ട്. ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്ര നേരം മറ്റേ കട്ട് റോഡായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് കാര്യങ്ങൾ വന്ന് ശരിക്കും ഈ ബ്രിഡ്ജ് അവർ ക്ലോസ് ചെയ്തിട്ടേക്കണേ കേട്ടോ. ഇവിടെ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജിന് ഉറപ്പ് കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയാണ് എന്തായാലും, വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ നല്ല കാര്യം, കാരണം ആൾക്കാർ വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ലേ, നമ്മൾ തന്നെ വെള്ളം കുപ്പി എടുത്തിട്ടുണ്ട്. കാരണം ഈ റൂട്ടിൽ പോകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ദാഹിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ വേസ്റ്റ് ഒന്നും ആരും ഇവിടെ ഇടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും വേസ്റ്റ് കാര്യങ്ങളൊന്നും കണ്ടില്ല. ചില സ്ഥലത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഇടാൻ നോക്കട്ടെ ഇല്ലേ, അത് കുഴപ്പമില്ല. അടിയിലെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇതിപ്പോൾ ഇവർ ലോക്ക് ചെയ്തിട്ടേക്കണേ കേട്ടോ. പക്ഷെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഏത് വഴി ഇറങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നമുക്ക് ആൾക്കാർ ഇറങ്ങണമല്ല, അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മേളിലൊരു പാലം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ സ്വിമ്മിങ് പൂളിന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നോട്ട് എൻട്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്ത് ഇട്ടേക്കണം. ഇല്ലേ എന്തായാലും എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വഴിയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങണേ. ഇനി അതായിരിക്കുള്ളൂ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കണം. എന്തായാലും അങ്ങാടിക്ക് പോകട്ടാ. പിന്നെ അടിയിൽ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് സ്വിമ്മിങ് പൂളിലെ. എനിക്ക് തോന്നണത് പൈസ കൊടുത്തിട്ട് അവിടെ വഴി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നണേ. അതായിരിക്കുള്ളൂ കേട്ടോ. വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ നോക്കിയേ. ഓ ഇതെങ്ങനെ ഇറങ്ങിയെന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഒന്ന് ചോദിച്ചു നോക്കാറുണ്ട്. അടിയിലൊരു റൂട്ട് ബ്രിഡ്ജ് പോലത്തെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പം ഡബിൾ ഡക്കർ അല്ല, സിംഗിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് എത്തിയിരുന്നു. എന്നിട്ട് ഇതാണെന്ന് തോന്നുന്നു സിംഗിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ്. കൊള്ളാട്ടോ. ഒരു സൈസ് പ്രത്യേക ടൈപ്പ് മരം ഉണ്ടാകും. അതായത് ഇങ്ങനെയൊക്കെ പന്തലിച്ച് വന്നേക്കണേണ്. ഇത് ശരിക്കും വന്നത് ഈസ്റ്റ് സൈഡിലാട്ടോ. അതായത് മേഘാലയയിൽ ഈസ്റ്റ് സൈഡിലാണ് ഈ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ്, അതേപോലെ നോങ്ക്രിയാറ്റ് വില്ലേജ് ഇതൊക്കെ സ്ഥിതി ചെയ്യാനായിട്ടാ. കൊള്ളാട്ടെ എന്തായാലും. അടിയിൽ കൂടെയൊക്കെ ഒരു ചെറിയൊരു ഇതൊഴുകി പോകണ്ട. നമ്മൾ നേരത്തെ കണ്ട ഇതില്ല വാട്ടർ ഒരു പൂള്, അതല്ല ബ്ലൂ ലഗൂൺ, വേറെ ഉണ്ടാ ബ്ലൂ ലഗൂൺ. അപ്പം ഞാനവിടെ ചോദിച്ചായിരുന്നു. അതിനൊക്കെ പൈസ ഉണ്ട്, 100 രൂപ വെച്ചെന്നാ പറഞ്ഞാൽ. എന്തായാലും കൊള്ളാട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങണം. എന്തായാലും ഇവിടം വരെ വന്നില്ലേ. എന്തായാലും കൊള്ളാട്ടോ സംഭവം. പിന്നെ ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സ് കാര്യങ്ങൾ, പിന്നെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ 10 രൂപ. ഫോണിൻ്റെ ചാർജ് ചെയ്യുന്നതൊക്കെ പൈസ ആവും തോന്നിട്ടാ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ടൂറിസമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ട വാട്ടർഫാളിലെ അവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. അതെനിക്ക് തോന്നുന്നു ഇവരായിട്ടുണ്ടാക്കിയ നിയമമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. കണ്ടില്ല, അതൊക്കെയാണ് വരുമാനം. 100 രൂപയെന്ന് തോന്നുന്നുണ്ട്. 100 രൂപ എന്നാ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചാൽ ജസ്റ്റ്. പിന്നെ ഇവിടെ ബ്ലൂ ലഗൂണുണ്ട്, അവിടെയും 100 രൂപ എന്തോന്ന് തോന്നുന്നു കേട്ടോ.
സ്റ്റെപ്പിന് കയറി പോകണം കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ സാധനങ്ങൾ കൊണ്ടുവരെങ്കിൽ അവിടെ നിന്ന് അടിയിൽ നിന്ന് ചുമന്ന് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അതാണ് കഷ്ടപ്പാട്. പിന്നെ ഹോം സ്റ്റേ ആയിക്കോട്ടെ കൂടുതലും ഉണ്ടല്ലേ, സാന്റീന ഹോം സ്റ്റേ. അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ എത്തിയേട്ടാ. ഇത് കാണുന്നത് ഡബിൾ ഡെക്കർ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ ഫിഷ് പായൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് ഇത്ര 10 രൂപ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും മേലിൽ ടിക്കറ്റ് എടുക്കണം. ഏകദേശം 50 രൂപ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 50 രൂപ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് 200 രൂപ എന്തോ ഉണ്ട്. ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞത് ക്യാമറ. പിന്നെ ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ ഇല്ല. അപ്പോൾ അവർ കാണാണ്ട് വേണം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ. അതെ, അടിപൊളിയാണ്ട ഡബിൾ ഡെക്കർ നോക്കി. അവിടേക്ക് ഇഷ്ടംമാതിരി ആൾക്കാർ 2 പേര് ഇപ്പം ഉണ്ട്. പിന്നെ അത് ഇവിടെ സ്പായാണ്ടാ. എനിക്ക് ഈ ചാർജ് ഇനി ഓക്കെ 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 ഓക്കെ. ഓ ഇറ്റ്സ് ഗുഡ്. യാ ഇതിനെ മറ്റേ തീറ്റ ഇട്ട് കൊടുക്കണേനാട്ടാ 10 രൂപ ഉള്ള. എന്തായാലും ബാക്കി എന്താ ഡബിൾ ഡെക്കർ ഒന്ന് കയറിയിട്ടൊരു ഫോട്ടോയും വീഡിയോ എടുക്കാട്ടാ. എന്നാലേ സംഭവമൊക്കെ സെറ്റാണ്ടാ. നമ്മളിപ്പോൾ 2-3 വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കണേ. ഞാൻ നോക്കിക്കൊണ്ട് ഞാൻ ആദ്യം അവൻ്റെ വീഡിയോ എടുത്താ. എന്തായാലും കൊള്ളാട്ടാ. നമ്മളിപ്പോൾ 2-3 വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷെ ഒറ്റക്കായതുകൊണ്ട് എല്ലാവരും അങ്ങാടി ഇങ്ങാണ്ട് തിക്കും തിരക്കണോണ്ട് നമുക്ക് എടുക്കാൻ കുറച്ച് പണിയാണ്. എന്തായാലും കൊള്ളാട്ടാ. എന്തായാലും ഇനി പയ്യെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്താ അടുത്ത സ്പോട്ടിൽ പോകാം. എന്തായാലും തിരിച്ച് റിട്ടേൺ വരുമല്ലോ, അപ്പോഴൊക്കെ നമുക്ക് കയറാട്ടാ. ഇവിടെ ഒന്ന് കുറച്ച് നേരം കാലിടണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റിട്ടേൺ വരുമ്പോൾ ചെയ്യാട്ടാ. അതുപോലെ അടിപൊളിയാട്ടാ. റൂട്ട് ബ്രിഡ്ജൊക്കെ സെറ്റാണ്. ഇത് എനിക്ക് പിന്നെ മരമൊക്കെ ഒരു സൈസ് കിട്ടുന്ന സാധനം ഉണ്ടാ. നല്ല സ്ട്രോങ് ആണ്. അതായത് അടിയിൽ കുറേ മലയാളികളുണ്ട്. ആരും റീൽസ് ചെയ്യുന്നേട്ടാ. അവിടെയും കുറേ പേരുണ്ട്, ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും സെറ്റാണ്. എല്ലാവരും ഗൈഡിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഗൈഡിനെ എടുത്തത് എന്തായിരിക്കാം, ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് കറക്റ്റ് ഐഡിയ ഇല്ല കേട്ടോ. ഉള്ള എന്തായാലും നമുക്ക് എന്തായാലും തിരിച്ച് പന്നോയ്ക്ക് ഒന്നുകൂടെ കയറണം കേട്ടോ. സെറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പയ്യെ പോകാട്ടോ. ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ അടിയിൽ പിന്നെ മേളിലേക്ക് ചെല്ലുമ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കുറേ പേര്. ലെമൺ ജ്യൂസ്, വെജ് മോമോസ്, ബോയിൽ ലെഗ്, आलू मुरी झालमुरी. ओके, क्या है झालमुरी मतलब? ये अच्छा अच्छा, ഒരു കൊണ്ടുള്ള സംഭവം കേട്ടോ. ഈ രാസ്ത ബ്ലൂ ലഗൂൺ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു കൊച്ചാണ്ട് അവിടെ വിൽക്കാൻ വേണ്ടിയിരിക്കണം. ഇവിടെ പോണോയ്ക്ക് അടുത്തൊരു ബ്രിഡ്ജ് വന്നിട്ടോ. തെന്നിപ്പോണ്ട്. പന്താറും ഷൂ ഇങ്ങനെ തെന്നിയിരിക്കണോണ്ടേ തെന്നിപ്പോണ്ട്. ക്യാമറയുടെ ചാർജും കുറഞ്ഞ്. നോക്കിയേ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അടിയിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പറ്റുമെങ്കിൽ വരുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ മറ്റേ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ എനിക്കൊന്ന് ഏകദേശം 100 രൂപ എന്തോ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടാ. അത്യാവശ്യം നല്ല വെള്ളം കേട്ടോ. ഞാനും കൊള്ളാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പേ അടുത്തൊരു റൂട്ട് ബ്രിഡ്ജ് വരാനുണ്ട്, സിംഗിൾ. പക്ഷേ ഇതൊക്കെ അടച്ചിട്ടേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു സിംഗിൾ ഡക്കർ ഉണ്ട്, ഡബിൾ ഡക്കർ കയറി. ഇനിയിപ്പോൾ അതേ അടുത്തത് നമ്മൾ പോണത് റെയിൻബോ ഫാളിന് മുമ്പാണ് ബ്ലൂ ലഗൂൺ എന്ന് പറയുന്നത്. അതായത് അവിടെ നമുക്ക് കുളിക്കാൻ ഇറങ്ങാം കേട്ടോ. അതിന് 100 രൂപ, അതായത് ജാക്കറ്റിന് 100 രൂപ കൊടുക്കണം കേട്ടോ ഇറങ്ങണേന്. അല്ലാണ്ട് ഇറക്കൂലെന്നാണ് അവർ പറഞ്ഞത്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് തകരാറിലായിരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവർ ക്ലോസ് ചെയ്ത് ഇട്ടേക്കണം. അപ്പോൾ ഇതിലിങ്ങനെ പിടിച്ച് പയ്യെ ഇറങ്ങണം കേട്ടോ. ഇവിടെയൊക്കെ പോകണമെങ്കിലൊക്കെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കര ഇതിലാണ്. ഇപ്പോൾ 5 രൂപയുടെ സാധനമൊക്കെ 10 രൂപക്ക് അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവർ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വേണം കേട്ടോ മേളിലേക്ക് പോകാൻ. ഒരു സ്റ്റെയറൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ തന്നെ സെറ്റ് ചെയ്തേക്കുള്ളൂ ഗൈഡ് കാര്യങ്ങളൊക്കെ. കാരണം ആൾക്കാർ വന്നല്ലോ, അത്യാവശ്യം ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ഗൈഡിനെ യൂസ് ചെയ്തിട്ടാണ് വന്നത്. കാരണം വഴിയൊക്കെ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദേ ഇവിടേക്ക് ഈ സ്റ്റെപ്പൊക്കെ പണിതേ ഉള്ളൂ എന്ന് തോന്നുന്നുട്ടാ. അതിൻ്റെ ഒരു ഇതൊക്കെ കാണണം. നമ്മൾ ശരിക്കും റൂട്ട് ബ്രിഡ്ജ് വഴി തന്നെയാണെങ്കിൽ ഇങ്ങനെ വരാട്ടാ. അതുകൊണ്ട് ഇങ്ങനെ കയറിപ്പോണം. ഇപ്പോൾ ഫസ്റ്റ് ബ്ലൂ ലഗൂൺ, അത് കഴിഞ്ഞിട്ടാണ് റെയിൻബോ ഫാൾ തന്നെ കേട്ടോ. സെറ്റാണ് എന്തായാലും. നമ്മൾ റെയിൻബോ ഫാൾ പോണ റൂട്ട് ഇതാണ് കേട്ടോ. ഇവിടെ അടിയിൽ ബ്ലൂ ലഗൂൺ ഉണ്ട്.
അവിടെ എത്ര ചാർജ് ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തായാലും അടിയിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണേ പോയി റിട്ടേൺ എന്നെ ഒഴുകി കണ്ടാൽ മതിയാ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നോക്കാൻ തരും, അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. പോയി റിട്ടേൺ എന്നെ ഒഴുകി നോക്കാം. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങണം. അപ്പോൾ ഭയ്യ ഹലോ, ഹൗ മെനി ഡിസ്റ്റൻസ് റെയിൻബോ ഫാൾ? 30 minutes. ഓക്കെ, 30 minute ഉള്ളൂ കേട്ടോ റെയിൻബോ ഫോള്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കാട്ടെ, ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇത് വെള്ളം കണ്ടില്ല, അടിപൊളി വെള്ളം കേട്ടോ. വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മുടെ ക്യാമറയുടെ ചാർജ് ഇരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. കണ്ടില്ല സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോണേണ്ട. ഇവിടേക്ക് ഇനി ആൾക്കാർ വരാനില്ലല്ലോ. കുറേ പേരെ കണ്ടാൽ കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്കൊന്ന് പയ്യെ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അടിയിൽ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കയറാമെന്ന് വെച്ച്. എന്തായാലും നമ്മൾ കുളിക്കാൻ എങ്ങനെ അന്വേഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ കയറൽ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പയ്യെ മേളിലേക്ക് കയറിയിട്ട് ഇതാക്കല്ലാന്ന് വെച്ചത്. എന്തായാലും മേളിലേക്ക് പോകാം. നമ്മൾ റെയിൻബോ ഫാൾ എത്തിയെന്ന് തോന്നണ്ട. ഇപ്പോൾ ഒരു ഇറക്കമാണ്. അവിടെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ട് വാട്ടർഫാളിൻ്റെ. എനിക്ക് തോന്നുന്നത് അതാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ആരെയും കാണല്ല. നമ്മൾ ഇത്ര നേരം വിട്ട് വന്നിട്ട് ആരെയും കണ്ടില്ല കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ പുറകിലേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവരൊക്കെ എനിക്ക് തോന്നുന്നത് ആ ബ്ലൂ ലഗൂണിൻ്റെ അവിടെ ഇറങ്ങി തോന്നണേ. ആരെയും കാണല്ല. ഇതാണ് കേട്ടോ റൂട്ട്. ഒരു മരം ഇങ്ങനെ വീണെടുപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ക്യാമറയിലല്ല ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അടിപൊളിയാണ്. ഇതാണെന്ന് തോന്നുന്നത്. ഇതെന്നെ സംഭവം സ്ഥലത്തെത്തിയേട്ടാ. പക്ഷെ ആളുടെങ്കിലും ഉണ്ടാകുന്നൊരു പിടുത്തൂരാട്ടോ ഇവിടെ. ആരെയും കാണാനുള്ള ഇവിടെ ഇറങ്ങാൻ പറ്റിയ സെറ്റാണ്. അതാണ് നോക്കട്ടെ. അടിയിൽ ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരാണ്ടാ. ചെറിയൊരു കടയാണ് കേട്ടോ. അതിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഇത് നോക്കിയേ എൻ്റെ മക്കളെ നിങ്ങൾ കണ്ട് രക്ഷയില്ലാട്ടാ. ഇതാണ് റെയിൻബോ ഫാൾസ്. ഏറ്റവും പൊന്നോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഒരു രക്ഷയിലാട്ടോ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം കേട്ടോ. ഞാനിങ്ങനെ എൻജോയ് ചെയ്തിരിക്കണായിരുന്നു. ഒരു രക്ഷയില്ല ഇല്ലെന്ന് പറയുന്ന ഒരു രക്ഷയില്ലാട്ടാ. എൻ്റെ മോനെ ഞാൻ ഇവിടുത്തെ എൻജോയ് ചെയ്യണേ. എന്ത് വേണം ഇത് എന്ത് വേണം. മേഘാലയ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല. അതാണെങ്കിലും പ്ലേസ് ഒരു രക്ഷയില്ല മക്കളെ. ഇത് നോക്കിയങ്ങൾ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി അടിയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടിയിലേക്ക് ഇറങ്ങി പോവാട്ടോ. പിന്നെ വേണം ഇറങ്ങി പോവാൻ. എൻ്റെ പൊന്നൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നിങ്ങളിത് നോക്കിയേ. ഒരു രക്ഷയില്ലാട്ടോ. നിങ്ങൾ വന്നോ കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് നോങ്ക്രിയാറ്റിലാണ് വന്നത്. അതായത് തിർണ വില്ലേജിൽ നിന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് വേണം വരാൻ കേട്ടോ. ഏകദേശം ഇങ്ങാടേക്ക് വരാൻ വേണ്ടി 50 രൂപ. ഫസ്റ്റ് റൂട്ട് എന്ന് പറയാൻ വേണ്ടി സിംഗിൾ റൂട്ട് ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് ഡബിൾ റൂട്ട് ബ്രിഡ്ജ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ഒരു പൂളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇത് വന്നത് ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞ പൂളാണ്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ റെയിൻബോ ഫോൾ കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ. ഇനി എന്ത് വേണം നമുക്ക്. അടിപൊളി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വേറെ വിഷ്വൽ എടുക്കാതെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഞാൻ ക്യാമറയിലല്ല എടുക്കണം, ഫോണിലാണ് എടുക്കണം. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് കണ്ടൊന്ന് ആസ്വദിക്കുക. ഈ ക്യാമറയിൽ ഞാൻ എടുത്തിരുന്ന വീഡിയോ ആണ് നിങ്ങൾ ആസ്വദിക്കട്ടോ. ഞാൻ അതുകൊണ്ടാണ് വേറൊരു വിഷ്വലും കാണിക്കാത്ത കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി എനിക്കൊന്നും ഇവിടെ നിന്ന് ഒഴുകിയാണ് നേരെ ബ്ലൂ ലഗൂണിലേക്ക് വെള്ളം പോകണേ കേട്ടോ. അതേപോലെ തന്നെ ഇറങ്ങാൻ പാടില്ല എന്നാട്ട് ഇവർ പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നോക്കി ഈ നീല കളറ് വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളെന്താണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഹായ്. അപ്പോൾ എന്തായാലും എൻ്റെ മോനെ തെറ്റാണ്ട് അടിയിലേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. പക്ഷേ സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രക്ഷയില്ലാട്ടോ മോനെ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോവാനും തോന്നല്ല. ഇത് നോക്കിയേ ഒരു രക്ഷയില്ലാട്ടാ. രക്ഷയില്ലാത്ത കാഴ്ച എന്ന് പറയില്ല. രക്ഷയില്ലാട്ടാ. ഞാൻ ഇങ്ങനെ ഒരു കല്ലിൻ്റെ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാലിങ്ങനെ മേടിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അടിയിലിങ്ങനെ നീല കളറായി മാറുന്ന ഒരു കാഴ്ചയുണ്ട. ആരും ഇവിടുന്ന് പോകണ്ട. എല്ലാ ആൾക്കാരും ഇവിടെ ഇപ്പം കേട്ടാ. ഓരോ ആൾക്കാരും ഇപ്പം അതല്ലേ.
കുറേയൊക്കെ ആൾക്കാർ ഇപ്പോണ്ട്. അത് സെറ്റാടാ. നിങ്ങളെ ലൈഫിൽ ഒരു തവണ വരേണ്ട സ്ഥലമാണ് മേഘാലയ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. ഇതാണ് കാഴ്ച. എനിക്ക് കണ്ടിട്ട് ഇറങ്ങി ചാടണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ അലൗഡ് അല്ല. അതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി ചാടാറുണ്ട്. പക്ഷെ അലൗഡ് ആണെങ്കിൽ നമുക്ക് ഇറങ്ങി ചാടാറുണ്ടാണ്. നമ്മളെ ഇങ്ങനെ ഈ ഒരു റെയിൻബോ ഫാൾ കണ്ടിട്ടിരിക്കണപ്പോ ഒരു മലയാളിനെ കണ്ടുപിട്ടിട്ടാ. ഹായ്, എങ്ങനെയാണ് പേരെങ്ങനെ? അരുൺ. എവിടെ? നാട്ടിലെവിടെ? കൊല്ലം. ഓ, അപ്പൊ എത്ര ദിവസം ഇവിടെ വന്നിട്ട്? 2 ദിവസം അല്ലേ? കാരണം ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ ആള് മലയാളിയാന്ന് ചോദിച്ചത്. എന്തായാലും എൻ്റെ സന്തോഷം. വേറെ ആൾക്കാരുണ്ടല്ലോ കൂടെ? അവരും അവിടെ തന്നെ? കൊല്ലം, മലപ്പുറം. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നേരെ ഇവിടുന്ന് ഗുവാഹട്ടി, അങ്ങനെ രാജസ്ഥാനല്ലേ? ഓ, എന്തായാലും ബ്രോ കണ്ടതിന് സന്തോഷം കേട്ടാ. കാരണം എവിടെയെങ്കിലൊക്കെ വെച്ചൊരു മലയാളിനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്ടാ. അപ്പം എന്തായാലും നമ്മളെ അടിപൊളിയാണ്ടാ. നിങ്ങൾ എന്തായാലും മേഘാലയൊക്കെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഈ റെയിൻബോ ഫാൾ എന്തായാലും മിസ് ചെയ്യേണ്ട. കാരണം നമ്മൾ വന്ന റൂട്ട് തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് ഫസ്റ്റ് വന്നത് റൂട്ട് ബ്രിഡ്ജാണ്. പിങ്ക് റൂട്ട് ബ്രിഡ്ജ്, ഡബിൾ റൂട്ട് ബ്രിഡ്ജ്, പിന്നെ ബ്ലൂ ലഗൂൺ. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ ഒരു ഇത് ഒരുമിച്ചുണ്ടാണത് നേരെ ബ്ലൂ ലഗൂണിലേക്കാണ്. ഹായ്, യു ആർ ഫ്രം? Kamgaon. Okay. Oh. I'm Haran. You have been to so many places. Yeah. Compare this with some. But this is very different, I think. Yeah, very unique. Yeah, unique. Yeah. India rocks. Next. So many things to see in India. Yeah. We don't need to go overseas. Yeah. Where are you going next? Are you cycling to Andaman? Yeah, Andaman. 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 No. You can take your cycle. Oh. Go around the island. Oh. Next we are going to Shillong. Going to Shillong. We've already completed Ambaleen Falls, Kremche Falls. Okay. We went to caving. We did some cliff jumping. Okay. Meghalaya is beautiful. Beautiful. Yeah, extreme. I know. Have you seen the cave? Yeah, actually I'm The visiting. limestone cave? No, in where? The Seven Sister route. It's near the Amberley. Umbrella Falls. Umbrella Falls. Oh. Kremche. Kremche Falls. Ranchil Falls. Okay. Anyway. Malayalia. Okay. Thank you. വീണ്ടും ഒരു 2 പേരെ കൂടെ കണ്ടിട്ടാ. ഓക്കെ. ഓ വേണ്ട പാവം. ഓക്കെ സി യു. എന്തായാലും കണ്ടതിന് സന്തോഷം കേട്ടാ. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കാനേട്ടാ. ഏകദേശം ഇനി അടുത്ത ബ്ലൂ ലഗൂണിലേക്കാണ് പോണത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ വന്നില്ലേ അവിടെയാണ്. ഇവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, പക്ഷേ റെയിൻബോ കാണാൻ പറ്റില്ല ചെറിയ രീതിയിൽ. അതായത് സൺലൈറ്റ് വരുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് റെയിൻബോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ നോക്കി വീഡിയോ എടുക്കാൻ, പക്ഷെ കിട്ടില്ല. പക്ഷേ അടിപൊളിയാണ്ടാ. വന്നോട്ടെ, എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും കടകൾ പോലെയാണ്. കടയില്ല, ചെറിയൊരു മോമോസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ, മാഗി അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പൊക്കെയാണ് ഇവിടെ. കാരണം ഇവിടെ ആൾക്കാർ എന്തായാലും കുളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിശക്കും. അപ്പോൾ ആൾക്കാർ എന്തായാലും ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വന്നിരിക്കണം. അടിപൊളിയാണ്ടോ. ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ എക്സ്പെൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് മടിയാണത്. പക്ഷേ ഇതാണ് യാത്രയിൽ എക്സ്പെൻസ് ഇല്ലാണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര പണിയായിക്കോട്ടെ. അടിപൊളിയാണ്. ലൈഫ് ജാക്കറ്റ് മാൻഡറി ആണ്. ഔട്ട്സൈഡേഴ്സ് ലൈഫ് ജാക്കറ്റ് ആർ നോട്ട് അലൗഡ്. കാരണം പുറത്തുനിന്നുള്ള ലൈഫ് ജാക്കറ്റ് അലൗഡ് അല്ല. പിന്നെ ഇത് ഇറങ്ങണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് വേണമെന്നാണ് ഇവർ പറയണം. എന്തായാലും നോക്കാം. ഇവിടെ ഫോട്ടോ എടുക്കണേന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇറങ്ങാൻ പാടില്ല വെള്ളത്തിൽ. ഉണ്ടല്ലേ, വെള്ളത്തിൽ ഇറങ്ങിയ ജാക്കറ്റ് കാര്യങ്ങൾ വേണം. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഒരെണ്ണത്തിന് എത്രയാണ്? 100 രൂപ. ഒരു എന്താ പറയുക, ഒരു ജാക്കറ്റില്ലേ, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണോട്ട് ഇറങ്ങാം. ലൈഫ് ജാക്കറ്റിന് ഒരെണ്ണത്തിന് 100 രൂപ വെച്ചിട്ടാ അങ്ങനെയാണ് വന്നത്. ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ഇറക്കൂല. ആദ്യം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പക്ഷേ അധികം ആഴമൊന്നുമില്ല. പക്ഷെ ഒന്ന് നമുക്ക് നീന്താൻ പറ്റും കേട്ടോ. ഇതിൽ അടിപൊളിയായിട്ട് ഇറങ്ങണമെന്നുണ്ടാകും. പക്ഷേ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഇറങ്ങണമെന്നുണ്ടാകുന്ന വെള്ളത്തിൽ 100 രൂപ ഉള്ളൂ എൻ്റെ ഒരു. പക്ഷേ 700 ചില്ലറേ ഉള്ളൂ കേട്ടോ. എനിക്കിനി സൈക്കിൾ ശരിയാക്കണം. 100 രൂപ കൊടുക്കാൻ മടിയായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാനുള്ളട്ടാ. നമ്മളെന്തായാലും നേരെ തിരിക്കണേ. രണ്ട് പിള്ളേരൊക്കെ ഇപ്പം കേട്ടോ. ഇവരൊക്കെ ഇതിൽ നിന്ന് ഈ ബാത്റൂമിൻ്റെ വരുമാനം വെച്ചിട്ടാ, ബാത്റൂമല്ല ഇത് ഡ്രസ് ചേഞ്ചിങ് റൂമാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം വെച്ചിട്ടാണ് അവരൊക്കെ ജീവിക്കണം. എന്തായാലും ഇൻഷാ അല്ലാ ഒരു ദിവസം നമ്മൾ വരും ഇനിയും. എന്തായാലും നമ്മൾ ഇറങ്ങും കേട്ടോ. കാരണം ഇറങ്ങണമെന്നൊരു ആഗ്രഹം ഇല്ലാണ്ടല്ല, പലയിടത്തും ചെന്നിട്ട് ഇതാണ് അവസ്ഥ. ഇറങ്ങാൻ ആഗ്രഹം ഇല്ലാണ്ടല്ല, പൈസ കുറവാണ്. അതുകൊണ്ടാണ് ലിമിറ്റായിട്ട് യാത്ര ചെയ്യണ ഏതൊരു വ്യക്തിയുടെയും അവസ്ഥ അതാണ്. എന്തായാലും അത് തിരിക്കാട്ടെ പയ്യെ. ഞാനിപ്പോൾ കുറേ നേരം ഇവിടെ കണ്ടിരിക്കണേ, ആൾക്കാരെ കുടിക്കണേ. അങ്ങനെയല്ലാട്ടാ, എല്ലാം ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കാഴ്ചയും അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെയായിരുന്നു. അടിപൊളിയാണ്. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെടാ സ്വിമ്മിങ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് എന്നില്ലേ ഓരോരുത്തർക്കും ഓരോ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റാണ്. അടിപൊളിയാണ് കേട്ടോ. കുറേ പേരൊക്കെ ഇങ്ങനെ നീന്തി വരുന്നുണ്ട്, പതക്കെ കളിക്കാനുണ്ട്. പക്ഷേ അടിപൊളിയാണ് എന്തായാലും, സെറ്റാണ്. നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാൻ പോകണ്ട, നേരത്തെ നമ്മൾ കണ്ട വെള്ളമില്ല, ആ സെയിം വെള്ളോട്ടേ ഒഴിക്കണം. ഇവിടെ ആകുമ്പോൾ പൈസയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇറങ്ങാം. പയ്യെ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. തെന്നൽ കാര്യങ്ങളുണ്ട് അല്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ വെരി കോൾഡ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിടിച്ച് ഇറങ്ങണം കേട്ടോ. എന്തായാലും പയ്യെ ഇറങ്ങാം അല്ലേ ബ്രോ. റെക്കോർഡ് ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാ. കാരണം അവിടേക്ക് നമുക്ക് ജാക്കറ്റ് എടുക്കണം. ഇവിടെ ജാക്കറ്റ് ഒന്നും എടുക്കണ്ട, ചെറിയ വെള്ളം കേട്ടാ, നല്ല തണുപ്പുണ്ട്. ഓക്കെ ബ്രോ. ഇവിടെ വന്നിട്ട് ഈ നീല വെള്ളത്തിൽ ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു, തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കണമെന്നുണ്ടായിരുന്നു. അതും സാധിച്ച്. കണ്ടില്ലേ എന്ത് തെളിഞ്ഞ വെള്ളമൊന്നും ഇങ്ങനെ കിട്ടിയില്ല വെള്ളം കേട്ടോ. അടിയേക്കാലം കിട്ടില്ലാനായിട്ട് കാണാം. നല്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര തണുപ്പാണ്ടാ. ഓ ഞാൻ മുങ്ങിയിട്ട് എനിക്ക് നീന്താൻ പറ്റില്ല, പൊള്ളിപ്പൊളിയാണ് അവസ്ഥയിൽ പോയി, തണുത്ത് ഉറഞ്ഞ അവസ്ഥയിൽ പോയി. ഓ അപ്പോൾ അതും സാധിച്ചു. നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നേരെ പോകണേട്ടാ മേളിലേക്ക്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറായിട്ടാ. നല്ല വിശപ്പുണ്ട് ഇപ്പം. കുളി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ടയർഡായി. കുറേ നേരം കുളിച്ചേട്ടാ, കുളി സെറ്റായി. അവിടെ ഉണ്ട് നമ്മൾ കുളിച്ചാ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ ബ്രിഡ്ജ് കയറി നേരെ പോണേട്ടാ. അടിപൊളിയാട്ടാ. നമ്മളങ്ങനെ വീണ്ടും ഡബിൾ ഡെക്കർ എത്തിയേട്ടാ. ഇനി റിട്ടേൺ വന്ന വഴിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ പോകാട്ടാ. കുടിച്ച് സെറ്റായിട്ടാ. കവറ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് പോകണം. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടുണ്ടിരിക്കണേട്ടാ. മീനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാലിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്, കൊത്തണമൊന്നും ഇല്ലാട്ടാ. ഞാൻ വെച്ച് മറ്റേ മസാജ് ഇതാക്കുന്നു കാലിൽ വന്നിട്ട്. അടിപൊളിയാട്ടാ. ഇഷ്ടംമാതിരി മീനുകളുണ്ട്. ഇതെല്ലാത്തിനും നമുക്ക് തെളിഞ്ഞാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ല കിട്ടിയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാട്ടോ വേണമെങ്കിൽ. കൊള്ളാട്ട് എന്തായാലും സംഭവം കൊള്ളാം. അങ്ങനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ യാത്ര ചെയ്ത് കണ്ടിട്ടാ. അടിപൊളിയാണ് കേട്ടോ. മേഘാലയൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഉണ്ടല്ലേ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്, അതിൻ്റെ അടുത്ത് തന്നെ ഡബിൾ ഇരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ട നമ്മൾ റെയിൻബോ ഫാൾ. അത് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റെയിൻബോ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വെയിലിടക്ക് അടിക്കണോണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെയാണ്. എന്തായാലും സെറ്റാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ തിരിച്ച് നമ്മുടെ സൈക്കിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ, ഇങ്ങനെ മേത്ത് ഇങ്ങനെ ചുമന്നിട്ടാണ് കൊണ്ടുപോകണം. അതായത് മണലെന്തുവാണെന്ന് തോന്നുന്നത്, അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ശരിക്കും നമ്മളെ ചാർജ് ഉണ്ട് ടിക്കറ്റ്. അതായത് ഈ പറഞ്ഞ പോലെ ക്യാമറ ഇട്ടുണ്ടെങ്കിൽ ചാർജ് ഉണ്ട് കേട്ടോ. അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ എന്തിനാ, അതിനുള്ള പൈസ ഇല്ല, അതുകൊണ്ടാണ്ടാ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവരെല്ലായിടത്തും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ടിക്കറ്റിന് വേണ്ടി പൈസ കൊടുത്ത്. ഇപ്പോൾ ക്യാമറ ഈ ഒരു ചെറിയൊരു ക്യാമറ വരുന്നതിനെന്താ ഞാൻ പറഞ്ഞില്ല. അത് കാരണം ആളുകൾ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ താഴത്ത് ഓരോരോ കടകളിലെത്തിക്കണേ. മരിച്ചേട്ടാ, ചത്ത്. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ.
സാധനങ്ങൾ കുറച്ച് അവിടെ അടുത്ത് വീട്ടിലെത്തിച്ചേക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയേട്ടാ. കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അവിടെ ഒരു വീട്ടിലെത്തിച്ച. അത് ആള് കേരളം വിസിറ്റ് ചെയ്ത ഒരാളും കൂടെ ആയതുകൊണ്ടാട്ടാ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഏറ്റ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് ഒതുങ്ങാട്ടാ. എനിക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്തായെന്ന്. മരിച്ചിരിക്കണേട്ടാ. നമ്മളങ്ങനെ നമ്മുടെ സൈക്കിള് ഇവിടെ കൊണ്ടുവന്നിട്ടാ. ഹായ്, അവക്കാ നാം ക്യാ ഹൈ? ശൈലിന്ദ. ഓക്കെ, അപ്പോൾ ദീദിയുടെയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച. താങ്ക് യു ദീദി. വെൽക്കം. ഓക്കെ, അപ്പോൾ ആളുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങനെയാണ്. ഇനിയിപ്പോൾ ഫോൺ വയ്ക്കാൻ എവിടെയും ടെൻ്റ് അടിക്കാൻ സ്പേസ് നോക്കണം കേട്ടോ. എന്തായാലും നോക്കാം.